നമസ്കാരം. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ചാറാണ് മീനച്ചാർ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മീനച്ചാറാണ്. ഗൈസ്, മൈ നെയിം ഈസ് പ്രീതി. വെൽക്കം ടു ദ വീഡിയോ. അച്ചാർ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണം ഉപയോഗിച്ചും അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇത് ഉപ്പും മുളകും പിടിക്കുന്നതിനായി കുറഞ്ഞത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം കടായിൽ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കുക. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം മീനിൻ്റെ പീസുകൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. മീനുകൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യത്തെ 2 മിനിറ്റ് ഇളക്കരുത്. അങ്ങനെ ഇളക്കിക്കഴിഞ്ഞാൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച മസാലയെല്ലാം ഇളകിപ്പോകും. 2 മിനിറ്റിന് ശേഷം ചെറുതായിട്ട് ഇളക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനിത് കോരിയെടുക്കാം. 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇടവിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ബാലൻസ് വന്ന എണ്ണയിൽ നിന്ന് 1/4 കപ്പ് എണ്ണ ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ ചേർക്കുക. ഇതിലേക്ക് ഇഞ്ചി 1/4 കപ്പ്, വെളുത്തുള്ളി, 10 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുക. 5-6 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അതിനുശേഷം മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് 10 സെക്കൻഡ് നേരം ഇളക്കുക. ഉടനെ തന്നെ ഫ്രൈ ചെയ്ത മീൻ ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1/2 കപ്പ് വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പുളി ബാലൻസ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.